യെസ്. എന്ത് തണുപ്പാടിയത്. വല്ല പനിയും വരും മനുഷ്യന്. മോളുറങ്ങിയ ചൊക്കിടൂ. ഉണിക്കിവിടെ നിറച്ചും ഫാൻസ് ആണല്ലോ. അതൊക്കെ നമ്മുടെ ചക്കിയുടെ ഫാൻസ് അല്ലേ. പിന്നെ ഞാൻ ബോറടിക്കുമ്പോൾ ചുമ്മാ അവരുടെ കൂടെ അങ്ങ് കൂടും. അജിത്തും ടീമുമായിട്ട് ഉണ്ണിക്ക് അത്ര അടുപ്പല്ലേ? അടുപ്പക്കുറവൊന്നുമില്ലടി. പുള്ളിക്കാരൻ വേറെ മൂടാണ്. നമ്മുടെ വൈബുമായിട്ട് അങ്ങ് സെറ്റാവില്ല. ഉണ്ണീൻ്റെ ഈ രീതി എല്ലാവർക്കും അങ്ങ് സെറ്റ് ആവണമെന്നില്ല. ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ജഡ്ജ് ചെയ്യുന്നൊരു ജഡ്ജ് ചെയ്യട്ടെ. വാ രണ്ടെണ്ണടിക്കാൻ. ഞാൻ ഇല്ല. വാ. നാളെ നേരത്തെ എണീക്കണം ഉണ്ണി. ഉണ്ണി പോയിക്കോ. ഞാൻ എന്തായാലും രണ്ടെണ്ണടിക്കാൻ പോവാം. നീ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്യണോ? ഞാൻ ഓഫ് ചെയ്തോളാം. കോക്ടെയിൽ മിക്സിംഗ്. ആടോ, എന്തു പറ്റി? ഉറക്കമൊന്നുമില്ലേ? ഞാൻ ലേറ്റ് ആവും. എന്തു പറ്റി? താൻ ഉറങ്ങിയില്ലേ? ഇവിടെ സഭ വിരിഞ്ഞിട്ടില്ല. അതിനെന്തോ തനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഇടയ്ക്ക് വിളി വരും. തന്നെയല്ല, ഞാനിങ്ങനെ വെറുതെ കിടന്ന് നേരം വിളിപ്പിക്കാന്നേ ഉള്ളൂ. എനിക്കങ്ങനെ ഉറക്കമൊന്നുമില്ല. തനിക്കെന്താ മെഡിക്കേഷൻ ഒന്നുമില്ലേ? കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല. എടോ, ഒറ്റയ്ക്ക് കൗൺസിലിംഗ് എടുത്തോണ്ട് ശരിയാവണമെന്നില്ല. ഇനി പോകുമ്പോഴേ താൻ അജിത്തുമായിട്ട് പോ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിന് പുള്ളി മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? പ്രശ്നം മുഴുവൻ എനിക്കാണല്ലോ. പിന്നെ വൈകിട്ട് തന്നെ അവിടെ കണ്ടിട്ടില്ലോ. ഞാനെവിടെ പോകാനോ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ആരും കാണാറില്ലല്ലോ. ഞാൻ ഇൻവിസിബിൾ അല്ലേ? താനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കലോ. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര നെഗറ്റീവാണ്. അത് ശരിയാണ്. സോറി. തന്നെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. 6 മാസം കടലിലും കരയിലും ജീവിക്കുന്ന എനിക്ക് ചില ക്രൂയിസിനിടയ്ക്കൊക്കെ ഡിപ്രഷൻ അടിച്ച കടലിൽ ചാടിയെ കൊള്ളാൻ തോന്നാറുണ്ട്. ഭക്ഷണം, ഉറക്കം, സെക്സ് ഇതൊക്കെ ശരിയായി തന്നെ എൻ്റെ പകുതി കാര്യമൊക്കെ. പിന്നെ സ്ഥിരമായിട്ട് സ്ട്രെസ്സുള്ള ഒരു ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. തനിക്കിപ്പോൾ വേണ്ട കുറച്ച് സെറട്ടോണിനും ഓക്സിഡോസിനും ഡോപ്പമിനും ഒക്കെയാണ്. എനിക്കിനിയും ഗുളികയൊന്നും കഴിക്കാൻ വയ്യ. ഇതൊന്നും ടാബ്ലറ്റിന്റെ പേരല്ലടോ, നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിന്റെ പേരാണ്. സോറി. അല്ല, ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ അമ്മ അച്ഛനും പറഞ്ഞ നേരത്തെ ഗൂഗിൾ പറഞ്ഞുതരും. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കടോ. ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ ചില വഴികളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ. പറയടോ. ഒരു വിക്കറ്റ് തെറിച്ചു. ആണോ? എന്നാ താൻ പോയി കിടക്ക്. ഓൾ ഔട്ട് ആവണവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് ഉറങ്ങാൻ പറ്റണ്ടേ? തലയിലൊരു അമ്മിക്കല്ല് കെട്ടി വെച്ച പോലെ. അല്ല, ഈ ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ പറ്റിയ വഴി എന്താന്നാ പറഞ്ഞേ? എക്സസൈസ് ഒരു വഴിയാണ്,
സൂക്ഷിച്ചു വെച്ചേ. ഇങ്ങനെ ഫിറ്റായിട്ടില്ലേ നമ്മളൊക്കെ വീട്ടിൽ കാലിലെ സൂര്യൻ വന്നാ പോലും നമ്മക്കാർക്കും ബോധം വരില്ല. പിന്നെ വീട്ടിലൊക്കെ ഒരുത്തൻ കയറിയാ എങ്ങനെ അറിയാനാ? പൈസ അയച്ചേട്ടാ, അയച്ചേട്ടൻ അടിച്ചടിക്കരുത്. അങ്ങനെ നാരായണ പഴ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേറി വീട്ടിൽ കയറി പൂശും. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പൂശ. വാ വീട് വാ. പൂശണം. നിങ്ങൾ എന്തിനാ പേടിക്കണം? അയച്ചേട്ടനില്ലടാ, പിന്നെ എന്തിനാ പേടിക്കണം? പരിപാടിക്കില്ല കേട്ടോ. രാവിലത്തേക്കുള്ള മാവാട്ടുമായിരുന്നു. ആട്ടിക്കഴിഞ്ഞെങ്കിൽ വാ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ.